അതിൽ നിന്നും ശ്രദ്ധ വഴിതിരിച്ചുവിടാൻ വേണ്ടി നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ ആക്രമണ കഥ. അതിപ്പോ പൊളിഞ്ഞ് പാലീസായി 7 നിലയിൽ പൊട്ടിയിരിക്കുക. എന്നിട്ടും അതിന്റെ പേരിൽ അക്രമം നിർത്താൻ CPM നേതാക്കൾ അണികളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുക വ്യാപകമായി. ഞങ്ങൾ പറയാനുള്ളത് തീക്കൊള്ളി കൊണ്ട് തലചൊറിയരുത്, ഇത് അവസാനിപ്പിക്കണം എന്നാണ്. ആ കേസ് പിൻവലിക്കണം. വധശ്രമത്തിലെടുത്തിരിക്കുന്ന കേസ് പിൻവലിക്കണം. ഞങ്ങൾ ഇതിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടും. ആയുധം താഴെ വെക്കണം, അക്രമം അവസാനിപ്പിക്കണം. ഇതാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഞങ്ങൾ അതിശക്തമായി ഇതിനെ പ്രതിരോധിക്കും, ഒരു സംശയം വേണ്ട. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ 100% ആളുകൾക്കും ബോധ്യമുണ്ട് ഇതുപോലും തട്ടിപ്പായിരുന്നു. റെയിൽവേ RPFന്റെ ക്യാമറ പരിശോധിച്ചിട്ടും പുറത്തു വന്നു ഒരു തരത്തിലുള്ള അക്രമം നടന്നിട്ടില്ല. ഇന്നലെ ഒരു കരിങ്കൊടി കാണിച്ചു, കരിങ്കൊടിക്കാരനെ അടുത്തു വന്നു എന്നുള്ള രീതിയിൽ ഒരു പ്രചരണം നടത്തി, അതും പൊളിഞ്ഞുപോയി. മന്ത്രിയുടെ ഗൺമാനായിരുന്നു അടുത്തുണ്ടായിരുന്നത് എന്ന് വ്യക്തമായി.